ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ 70 വ്ളോഗ്സ് ഇൻ ഫാമിലി. അപ്പം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞങ്ങൾ ഒരു ഔട്ടിങ്ങിനായിട്ട് പുറത്ത് പോവുകയാണ്. നമ്മളിവിടെ വന്നിട്ട് അധികം ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ലൊക്കേഷൻസൊക്കെ ഒരുപാട് ദൂരെയും കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. ഞാനപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ വേഗം റെഡിയായി നിന്നു. ഞങ്ങൾ ടാക്സി ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. കഴിഞ്ഞ വീഡിയോസിൽ കണ്ടില്ലേ, വിജീഷും ആര്യയും. അപ്പോൾ അവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. കൂടെ വാവയുണ്ട്. അപ്പോൾ അൽ നൂർ ഐലൻഡ് എന്നാട്ടോ ഈ ലൊക്കേഷൻ്റെ പേര്. ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അടിപൊളിയാണ്. നമ്മളുടെ നാടൊക്കെ മിസ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വന്നാൽ മതി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോഴാട്ടോ ചെന്നത്. അതാ സൂര്യനൊക്കെ അസ്തമിക്കാറായി നിൽപ്പുണ്ട്. ഞാൻ മെല്ലെ വീഡിയോസൊക്കെ എടുത്ത് പയ്യാട്ടോ നടന്നത്. അപ്പോൾ വണ്ടിയിലിരുന്നതിനെ വാവ ഉറങ്ങി. അപ്പോൾ ഇച്ചയും അവനെ തോളത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് അവനെ എണീപ്പിക്കട്ടെ. അവന് ഓടിക്കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ. ഇന്നിപ്പോൾ പകൽ ആൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറക്കാൻ നോക്കിയെങ്കിലും ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ആൾ തനിയെ ഉറങ്ങിയതാണ്. എന്നാൽ പിന്നെ ഉറങ്ങി എണീക്കട്ടെ എന്ന് വെച്ചു. ഇനിയിപ്പോൾ എണീപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വാശിയും ദേഷ്യമൊക്കെ ആയിരിക്കും. അവൻ ഉറങ്ങി സ്വസ്ഥമായിട്ട് എണീക്കുകയാണെങ്കിൽ അവനും ഒക്കെയാണ്, നമുക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പയ്യെ നടന്നു. 2 വഴിയുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. ഫസ്റ്റ് നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡൻസ് കാണാം. അവിടെ അധികമൊന്നുമില്ല, നമുക്ക് കാണാം കേട്ടോ. എനിക്ക് വീഡിയോസ് അത്രത്തോളം എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലല്ലേ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കുറേ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിലുള്ള എല്ലാ മരങ്ങളും കൊച്ചു കൊച്ചു ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. മരത്തിൻ്റെ ഇടയിലും ചെടികളുടെ ഇടയിലൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും അതൊക്കെ ഓണാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഞങ്ങൾ നേരത്തെ ചെന്നുകൊണ്ട് നന്നായി, നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും കുറച്ച് ആഴമുള്ള സ്ഥലത്ത് വെള്ളം പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഒരു ടൈലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. കുറേ വഴികളുണ്ട്, നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ഫോസിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ലേക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും വാവ എണീറ്റു കേട്ടോ. അപ്പോൾ പിന്നെ അവനെയും അവിടെ കുറേ നേരം ഊഞ്ഞാലയിലേക്ക് ഇരുത്തി. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ അങ്ങനെ നിന്നു. ഉറങ്ങി എണീറ്റുകൊണ്ട് ആൾ നല്ല ഉഷാറായി ഡാഡയുടെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ സ്ട്രോളറിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അവനങ്ങനെ കുറേ നേരം ഞങ്ങളുടെ കൂടെ നടന്നു, കൈയൊക്കെ പിടിച്ച്. ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ശാന്തമായിട്ട് ഒരു പ്രത്യേകതരം അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു അവനോട്. അപ്പോൾ അവൻ എടുത്തു തന്നതാട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ടൈമായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. ഞങ്ങൾ 3 പേര് നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ അവർക്ക് എടുത്തു കൊടുത്തു കേട്ടോ. ഞങ്ങളങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസ് എടുത്ത് കൊടുത്ത് കുറേ നേരം നടന്നു. ഇത് ഒലിവ് മരമാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത് കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഞാൻ ചുമ്മാ വീഡിയോസ് എടുത്തപ്പോൾ കൂട്ടത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമ്മളുടെ ആല്, അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ നാട്ടിലുള്ള പരുത്തിയില്ലേ, അത്, അങ്ങനെ കുറേ മരങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അവർക്ക് വീഡിയോസൊക്കെ എടുത്തോട്ട് തിരിച്ച് നടക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് കണ്ട് തിരിച്ച് നമ്മൾ ആ ബട്ടർഫ്ലൈ ഗാർഡൻസിൻ്റെ അവിടെ തന്നെ വന്നു. അപ്പം നമ്മൾ പോകുന്ന ടൈമിൽ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ ഒന്ന് കണ്ട് പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. ഇപ്പോൾ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായിട്ടോ, ഏകദേശം ഇരുട്ടായി തുടങ്ങിയല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അതൊരു കഫറ്റേരിയ കൂടിയാട്ടോ ഈ ബിൽഡിങ്. അപ്പോൾ അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ കുറേ നേരം ഞാൻ വാവനെ വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു.
ഈ ഒരു ഏരിയ ഫുള്ള് ഒരു കഫറ്റേരിയ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ചില്ലിൽ ബട്ടർഫ്ലൈസിനെ പാറി നടക്കാൻ പറ്റിയ രീതിയിൽ അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ, വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യാഞ്ഞത്. വാവതാ നല്ല ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വിചാരിച്ചു ഇനി അപ്പുറത്തെ സൈഡും കൂടി കവർ ചെയ്തിട്ട് പോവാം. നമുക്ക് 8 മണി വരെ എന്തോ ആട്ടോ ഇത് ടൈമിംഗ് ഉള്ളത് ഇവിടെ. ഡെയിലി അല്ല, ഇന്നത്തെ ദിവസം ഞങ്ങളൊരു ട്യൂസ്ഡേ അങ്ങനെ എന്തോ ആണ് പോയത്. ഇവിടെ ഒരു ഗെയിംസിൻ്റെ ഏരിയ കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടമുള്ളവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം. നേരെ പോകാനായിട്ട് കുറേ നേരം അങ്ങനെ ഇപ്പോൾ ഫാമിലീസോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനൊന്ന് കയറി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറേ കൂടി സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വേണം. ഞാനൊന്ന് കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അധികം ഒന്നും കാണാനൊന്നുമില്ലല്ലോ, നമുക്ക് പറ്റിയ ഒരു ഏരിയ ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ രാത്രി 12 മണിക്ക് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, പക്ഷേ മറന്നുപോയി. ഇപ്പോൾ നിങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അൽനൂർ ഐലൻഡിൽ നിന്ന് അടിച്ചു നോക്കിയാൽ ലൊക്കേഷൻ കാണിക്കും. വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നാടൊക്കെ മിസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് വരിക, ഒന്ന് ഇവിടെയൊക്കെ നടന്ന് കണ്ട് ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോവാം. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് കള്ളിമുൾ ചെടികൾ, പിന്നെ കറ്റാർ വാഴ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടി കുട്ടി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പല കളറിലെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ വാവയ്ക്ക് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അവന് പാലൊക്കെ കൊണ്ടുവന്നിരുന്നു, അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കൊടുത്തു. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ലൈറ്റ്സ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട്. നാടൊക്കെ മിസ് ചെയ്യണവർക്ക് നമ്മുടെ അടുത്ത് പരത്തിയല്ല ഇല്ല, നമ്മുടെ അങ്ങോട്ടല്ലേ പോയത്. ഞങ്ങളിതാ നടന്ന് ഫുൾ ചുറ്റി നടന്ന് കണ്ട് തിരിച്ച് എൻട്രൻസിൻ്റെ അവിടെ തന്നെ വന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള രീതിയിൽ. ഭയങ്കര ഗംഭീരമായ സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ നാടൊക്കെ മിസ് ചെയ്യുന്നവരാണ്, ഇപ്പോൾ ഇവിടെ സിറ്റിയിൽ താമസിക്കുന്നവരെല്ലാവരും പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സേഷന് വേണ്ടി വരാം, നമുക്ക് ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാം. പിന്നെ കുറേ കിളികളുടെ സൗണ്ടും മരങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് മൈൻഡൊന്ന് ഓക്കെ ആവുമല്ലോ. അങ്ങനെ വന്ന് കണ്ടു പോകാൻ പറ്റിയൊരു പ്ലേസ്. പിന്നെ ഞങ്ങളിതാ തിരിച്ചെത്തിയപ്പോഴേക്കും ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായി. അപ്പോൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മെമ്മറി ആയിട്ട് വെക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് എടുക്കും, എന്നാലും ഞാൻ പണ്ട് മുതലേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്ന ഒരാളാണ്. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴേക്കും അതിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് ഇങ്ങനെ ഈന്തപ്പനയുടെ ഒരു തോട്ടം പോലെയുണ്ട് കേട്ടോ. പോകുന്ന ടൈമിൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്നേരത്ത് പറ്റിയില്ല. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നാട്ടിലെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെയായി ഭയങ്കര ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങിയാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അത്രയും നടന്നു വന്നപ്പോഴേക്കും ഞാൻ ശരിക്കും ഒരു ടയേർഡായ പോലെ ആയിട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ഞങ്ങളിതാ അവിടെ ഇരിക്കാൻ പോവാണ്. അവിടെ ഒരുപാട് പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈന്തപ്പഴം ഉണ്ടാകുന്ന ഒരു ടൈമാണ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാം കേട്ടോ വീഡിയോസിൽ. ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു. നമ്മൾ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സായി, ഒന്ന് ചൂടൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം കേട്ടോ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.